കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ സമരമുഖം തുറക്കാൻ പോവുകയാണ് ആക്ഷൻ കൗൺസിൽ. ബാങ്കിന്റെ ബാധ്യത പ്രതികളിൽ നിന്ന് ഈടാക്കി ഇരകൾക്ക് നൽകണമെന്ന കോടതി വിധി നടപ്പാക്കണം എന്നാണ് ആവശ്യം. 30ഓളം പേരാണ് വിവിധ തരത്തിൽ തട്ടിപ്പിന് ഇരകളായിട്ടുള്ളത്. നീതി നടപ്പായില്ലെന്നും ബാധ്യതകളുടെ കാര്യത്തിൽ തീരുമാനമായില്ലെന്നുമാണ് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ ഇരകൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ സമരത്തിനൊരുങ്ങുകയാണ് തട്ടിപ്പിന്റെ ഇരകളായവർ. വായ്പാ തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കേളക്കവല രാജേന്ദ്രൻ നായരുടെ കുടുംബം, അതേ കേളക്കവലയിലെ ഡാനിയലും ഭാര്യയും, പുൽപ്പള്ളി സ്വദേശിയായ നിഷ ഷാജി, ഇങ്ങനെ 30ഓളം പേരാണ് ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പിന്റെ ഇരകൾ. വ്യാജരേഖകൾ ഉണ്ടാക്കിയുൾപ്പെടെ തട്ടിപ്പ് നടന്നതായി നേരത്തെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. 65 ലക്ഷത്തോളം രൂപ വരെ തിരിച്ചടവ് വേണ്ടിവരുന്ന ഇരകളുണ്ട്. എൻ്റെ പൈസ പോയേക്കണം പൗലോസ് കുട്ടിയുടെ അനിയൻ മത്തായിയുടെ അക്കൗണ്ടിലേക്ക് 16 ലക്ഷം പോയേക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പെണ്ണുങ്ങളെ പൈസ പോയത് സുജാതയുടെയും മാർക്കറ്റിൽ സജീവൻ്റെ സ്വന്തക്കാരൻ ഉണ്ണികൃഷ്ണൻ 20 ലക്ഷം പോയേക്കണമെന്ന് പറഞ്ഞു. ഒരു കാലിച്ചായുടെ പൈസ എൻ്റെ ഈ 2 പട്ടയം വെച്ച് എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ മേടിച്ചിട്ടില്ല. 60 ലക്ഷം രൂപയുടെ മേലെ ആയേക്കാണ് ഈ പൈസ. ഇതിൻ്റെ ഒരു തീരുമാനം എത്തി വന്നില്ലെങ്കിൽ പാർട്ടിക്കാർ എനിക്ക് പ്രശ്നമല്ല, എനിക്ക് എൻ്റെ നാട്ടുകാരൻ്റെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇത് സത്യമാണ് ഞാൻ പറഞ്ഞത്. മുൻ KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാം, സജീവൻ കൊല്ലപ്പള്ളി, PM പൗലോസ്, രമാദേവി തുടങ്ങിയ പ്രതികൾ ജയിലിലായിരുന്നു. ഇപ്പോൾ എല്ലാവരും ജാമ്യത്തിൽ. ഇവരുടെയും ബാക്കിയുള്ള പ്രതികളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന കോടതി വിധിയുണ്ടായിട്ടും ഇത് നടപ്പായില്ലെന്നാണ് ആരോപണം. എൻ്റെ ഭർത്താവ് VM ഷാജിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും അന്നത്തെ ഭരണസമിതി അംഗവുമായ VM പൗലോസ് എടുത്തതാണ്. ഞങ്ങൾ ഇതിലൊരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല. വയനാട് ജില്ലാ ബബ്കോ INTUCയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു എൻ്റെ ഭർത്താവ്. ഒരു കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചത്. കോൺഗ്രസ്സുകാർ തന്നെയാണ് എൻ്റെ കുടുംബം ഇങ്ങനെയാക്കിയത്. അപ്പോൾ ഹൈക്കമാൻഡ് അടക്കം MLA MP എല്ലാവരും എനിക്കിതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. വായ്പാ വിതരണത്തിൽ 8.5 കോടിയുടെ ക്രമക്കേടാണ് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വിജിലൻസിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് അന്വേഷിക്കുന്നുണ്ട്. ക്രമക്കേട് നടത്തിയവരെല്ലാം ജാമ്യത്തിലുണ്ട്. തട്ടിപ്പിന്റെ ഇരകളായവർക്കാണ് നീതി അകലെയായി തുടരുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പൊ എന്തായാലും ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന കോടതി ഉത്തരവ് ഇതുവരെയും അവിടെ നടപ്പാക്കിയിട്ടില്ല. പ്രതികളുടെ സ്വത്തുക്കൾ ഇതുവരെയും കണ്ടെത്താത്തത് എന്താണ് എന്ന് തട്ടിപ്പിനിരയവർ ചോദിക്കുകയും ചെയ്യുന്നു. ചില പ്രതികരണങ്ങൾ കൂടി. നടപടി എടുക്കാമെന്ന ഒരു വാക്ക് പറഞ്ഞതല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ. കട എഴുതി തള്ളണം, ഞങ്ങളുടെ പട്ടയം കിട്ടണം. നിലവില് സഹകരണ വകുപ്പിൽ ഈ തട്ടിപ്പിനിരയായ ആളുകൾക്ക് നീതി ലഭിക്കുന്നതിനും തട്ടിപ്പ് കണ്ടെത്തുകയും ചെയ്തതിനു ശേഷം നീതി ലഭിക്കുന്നതിന് ആവശ്യമായ സർക്കാർ ഉത്തരവ് 2020 ഇറക്കി. സഹകരണ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് കൊണ്ട് അപ്പീലിനിട്ടു. ആ അപ്പീലിൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായ തീർപ്പ് മന്ത്രി 2 കൊല്ലമായിട്ടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതര പ്രശ്നം. ഞങ്ങൾ 2017 സഹകരണ ബാങ്കിൽ നിന്ന് പുൽപ്പള്ളിയിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നെ 5 ലക്ഷം ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത് ഇത് 5 ലക്ഷമായിട്ട് മാറിയെന്നുള്ളത്. ഞങ്ങൾക്ക് 15 സെന്റ് സ്ഥലമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല. അപ്പം ഞങ്ങൾക്ക് അതിൽ നിന്നിട്ട് ഞങ്ങളുടെ പട്ടയം ഒന്ന് തിരിച്ചു കിട്ടണമെന്ന് ഉള്ളൊരിതാണ് ഇപ്പോൾ. അപ്പോൾ ഇനിയും ശക്തമായ പ്രക്ഷോഭത്തിലൂടെ അല്ലാണ്ട് ഇനിയും ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 2ാം ഘട്ടമായിട്ട് ഞങ്ങൾ സമരസമിതിയും പൊതുജനങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. JR ഓഫീസിന്റെ മുമ്പിലും സഹകരണ ബാങ്കിന്റെ മുമ്പിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.